നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. യുവജനങ്ങളിലെ ആത്മഹത്യാ പ്രവണത എങ്ങനെ തടയാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സാജൻ ടി അലക്സ് ആണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, യുവജനങ്ങളിൽ ആത്മഹത്യാ പ്രവണത ഇപ്പോൾ കൂടി വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇത്തരത്തിലുള്ളൊരു കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിനുള്ള കാരണം? നമ്മുടെ യുവജനങ്ങളുടെ ആത്മഹത്യാ പ്രവണത വർഷം ചെല്ലുന്തോറും കൂടി വരികയാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അവസാന കണക്കുകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങാം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. അപ്പം നമ്മുടെ ലാസ്റ്റ് കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ കേരളത്തിന്റെ സ്ഥാനം 4-മതാണ്. ആത്മഹത്യാ നിരക്കിൽ 4-മതാണ് കേരളത്തിന്റെ സ്ഥാനം എത്തി നിൽക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ 2022 കണക്കനുസരിച്ച് 28.5% ആണ് നമ്മുടെ സൂയിസൈഡ് റേറ്റ്. യുവജനങ്ങളിലെ ആത്മഹത്യയുടെ കാരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ. ഒന്ന്, പ്രധാനമായിട്ടും അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അതായത് നമ്മൾ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് പോലും, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ഐഡിയ എന്ന് പറയുന്നത് പോലും നമ്മൾ ഒരു സിംറ്റമായിട്ട്, ഒരു ലക്ഷണമായിട്ട്, ഒരു മാനസിക പ്രശ്നത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വരാം, ആൻസൈറ്റിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് യുവജനങ്ങളിൽ കൂടുതലായിട്ട് വരുന്ന ഒരുപാട് മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള മദ്യത്തിന്റെ ആസക്തി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കാവുന്നതാണ്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ളവരിൽ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കൂടുതലാണെന്ന് പറയുന്നു. ഇതില്ലാതെ തന്നെ ഈ ആത്മഹത്യാ പ്രവണത എങ്ങനെ തിരിച്ചറിയാനാകും? എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കണം? ആത്മഹത്യ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് ആത്മഹത്യ എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളില്, നമ്മുടെ കുടുംബത്തിൽ ഒരാളില്, ആരെങ്കിലുമൊക്കെ, നമ്മുടെ ഓർമ്മയിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആത്മഹത്യയുടെ പ്രതിരോധം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ അതിന് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ്, ആത്മഹത്യ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയം മനസ്സിലാക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഒരാള് ഒരു കാര്യമായ ഒരു ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ ഒരു വിഷമത്തിലാണ്, സങ്കടത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ആയിരിക്കേണ്ടത് ഒരു നല്ല ലിസണറായിട്ടാണ്, നല്ല കേൾവിക്കാരനായിട്ടാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അയാളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ് നമുക്ക് വാർണിംഗ് സൈൻസ്, ആത്മഹത്യക്കുള്ള വാർണിംഗ് സൈൻസ് എന്ന് നമ്മൾ പറയും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, അതായത് ആത്മഹത്യക്ക് മുമ്പ് ഇയാൾ പ്രകടമാക്കാവുന്ന കുറേയേറെ ലക്ഷണം പോലത്തെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇവര് അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ അവർ തന്നെ പറയും, എനിക്ക് മുമ്പോട്ട് ജീവിക്കണമെന്നില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും മുമ്പോട്ട് പറ്റുന്നില്ല. ഇതൊക്കെ നമുക്കൊരു വാർണിംഗ് സൈൻ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ അവർ ഇപ്പോൾ പുതിയ കാലത്ത് അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലപ്പോഴും ആത്മഹത്യയോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അവർ അത്തരത്തിലുള്ള മെസ്സേജുകൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടും സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, മദ്യത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടുള്ള ഒരു അമിത ആസക്തി കാണിക്കുക. അതുപോലെ തന്നെ മുമ്പൊരിക്കൽ ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും നമുക്ക് അടുത്തൊരു ആത്മഹത്യയുടെ സാധ്യതയായിട്ട് കാണാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വാർണിംഗ് സൈൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് പ്രതിരോധിക്കാനുള്ള അടുത്ത ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള വാർണിംഗ് സൈൻസ് മനസ്സിലാക്കിയതിനു ശേഷം അവരോട് കൃത്യമായിട്ട് ചോദിക്കുക. പലപ്പോഴും ആത്മഹത്യക്ക് മുമ്പ് അവർ വ്യക്തമായ ഒരു പ്ലാൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഇത് കൃത്യമായി ചെയ്താൽ മരണം ഉറപ്പാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അവർ കൃത്യമായ ഒരു പ്ലാൻ പലപ്പോഴും രൂപീകരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മൾ വളരെ സമാധാനപരമായി അവരോട് നല്ല സ്നേഹത്തോടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ പ്ലാൻ നമ്മളോട് പറയും. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്ലാൻ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്, ഒരിക്കലും ഒരു ആത്മഹത്യാ പ്രേരണയുള്ള ആളിന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ചിന്തയുള്ള ആളിനെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ല. പൂർണ്ണമായിട്ട് നമ്മൾ അയാളോടൊപ്പം നിൽക്കുക. അയാളുടെ ഇന്റിമേറ്റ് ആയ ആളുകൾ, അതായത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിരിക്കാം, അയാളുടെ ബ്രദേഴ്സിനെ, സിസ്റ്റേഴ്സിനെ, അയാളുടെ ഫാമിലി ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു മെഡിക്കൽ ഒരു ഹെൽപ്പ് എത്രയും പെട്ടെന്ന്, അതായത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ കേരളം എന്ന പ്രോഗ്രാമിൽ നമ്മൾ ദിശ മുമ്പോട്ട് വെക്കുന്ന 1056 എന്ന നമ്പറുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഹെൽപ്പ് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ആത്മഹത്യയെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്നത്. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഇതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുമല്ലോ, അതായത് ആത്മഹത്യാ പ്രവണതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളോ കാണിക്കാത്ത സാഹചര്യങ്ങൾ. വളരെ സന്തോഷമായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ എങ്ങനെ തരണം ചെയ്യാനാകും?
പലപ്പോഴും എല്ലായ്പ്പോഴും ആത്മഹത്യ പോകുന്ന വ്യക്തി ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള വാർണിംഗ് സൈൻസ് മുമ്പ് കാണിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. പലപ്പോഴും ഇമ്പൾസീവായിട്ട് ചിലർ ചെയ്തേക്കാം, അതായത് ഒരു കുഴപ്പമില്ലാതെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ ഒരുപാട് സങ്കീർണതകൾ അനുഭവിക്കുന്നുണ്ടാവും. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. കൃത്യമായി നമ്മൾ ഒരാളുടെ കേൾവിക്കാരനായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും അണ്ടർലൈങ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവരെ ചിരിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും. നമ്മുടെ കൂടെ ചിലപ്പോൾ ഇന്നലെ വരെ ഹോട്ടലിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ആത്മഹത്യ അവർ ചെയ്തു എന്നും വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും. അപ്പോ അവരുടെ ഉള്ളിൽ ഒരു പ്ലാനിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള എല്ലായ്പ്പോഴും നമുക്ക് 100% നമുക്ക് സൂയിസൈഡിന്റെ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൂയിസൈഡ് 100% നമുക്ക് തടയാനോ സാധിക്കില്ല. ഒരു പരിധി വരെ എന്നാൽ അതിനെ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ കുറെ കൂടെ ആളുകളോട് ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കൊരു വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുക. അതിൽ ഒരു നാണക്കേട് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കൃത്യമായ വൈദ്യസഹായം തേടാവുന്നതാണ്. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ ആറന്മുളയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. നമസ്കാരം. ഡോക്ടറെ, എൻ്റെ ഒരു മകന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ അറിയാതെ തന്നെ കുട്ടി ബീഡി വലിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 മാസത്തോളമായി ഞാൻ ബീഡി വലിക്കുന്നത് മനസ്സിലാക്കി എനിക്ക്. അപ്പം ചോദിക്കുമ്പോൾ ബീഡി വലിക്കുന്നില്ല ഇല്ല എന്നാ പറയുന്നത്. ഹലോ, കേൾക്കാമോ ഡോക്ടർ? ഡോക്ടർക്ക് കേൾക്കാം, ഒരിക്കൽ കൂടി പറയൂ, എനിക്ക് കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കേൾക്കാമോ ഡോക്ടർക്ക്? അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ട് പോക്കറ്റിൽ നിന്നും ബീഡി കണ്ടായിരുന്നു. അപ്പം ബീഡി വലിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ പയ്യന്റെ ബീഡി വലി എങ്ങനെയാ ഒന്ന് നിർത്തലാക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മറ്റ് പ്രവണത കാണിക്കുമില്ലെന്ന് ഭയം കാരണം അവനെ അടിക്കാനൊന്നും പോയില്ല. അതിനൊരു ആരെയാണ്, ഏത് ഡോക്ടർമാരെ കാണിച്ചാണ് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളായിരുന്നു. വിളിച്ചതിൽ ചോദിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു കുട്ടിയിൽ ആ ഒരു പ്രായത്തില് നമ്മള് സബ്സ്റ്റൻസ് തുടങ്ങുക എന്ന് പറയുന്ന ഒരു നല്ല ശീലമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവനോട് അമ്മയായിട്ട് നമുക്ക് ഒരു ഫാമിലി ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരുന്ന കുറച്ച് നന്നായിരിക്കും. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങാം. ചിലപ്പോൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി, അതായത് കൂട്ടുകാർ ചെയ്യുന്ന കണ്ടിട്ട് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി തുടങ്ങിയതാവാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് അമ്മ അത് കറക്റ്റായിട്ട് അത് അനലൈസ് ചെയ്ത് അത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നല്ല കാര്യം. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മറ്റ് സബ്സ്റ്റൻസുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന ആളുകൾ മറ്റ് സബ്സ്റ്റൻസിലേക്ക്, അതായത് മദ്യപാനത്തിലേക്കും മറ്റു പലതിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയി ഇതിന്റെ ഒരു ബാക്കിയുള്ള ഫർദർ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. ആത്മഹത്യ പ്രവണതയുള്ളവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായും ഒരു ശ്രമകരമായ ദൗത്യമായിരിക്കും. ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, ചുറ്റുമുള്ളവർക്ക് ഏറ്റവും ചെയ്യാനാകുന്ന കാര്യം എന്നത് തീർച്ചയായും നല്ലൊരു കേൾവിക്കാരനാവുക എന്നതായിരിക്കും. ഇതുപോലെ തന്നെ മറ്റു വഴികൾ എന്തൊക്കെയായിരിക്കും ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർ? പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും ഒരു മോശം സമയത്തായിരിക്കും പലപ്പോഴും അവർ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനായിട്ടാണ് പലപ്പോഴും അവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോ പലപ്പോഴും നമ്മളെ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാരണം ഒന്നാണ് പ്രണയ നൈരാശ്യം. കാരണം ഒരുപാട് നാള് അവര് വളരെ സ്നേഹത്തോടെ മുമ്പോട്ട് പോവുകയും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ബ്രേക്കപ്പ് വരികയും ചെയ്യുന്ന സമയത്ത് അവർക്കത് ഓവർകം ചെയ്യാൻ സാധിക്കാതെ വരികയും അത് പിന്നീട് ഒരു ഡിപ്രഷനിലേക്ക് വഴിമാറുകയും അതിനുശേഷം അത് പിന്നീട് സൂയിസൈഡിലേക്ക് എത്തപ്പെടുകയാണ് പലപ്പോഴും ഉണ്ടാവാറ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ ജീവിതത്തിൽ നിന്ന് പോകുന്ന സമയത്ത്, മരണപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും യുവാക്കളിൽ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസിന്റെ ഭാഗമായിട്ടുള്ള, അതായത് മദ്യപാനത്തിന്റെയും മറ്റും ഭാഗമായിട്ടുള്ള ആത്മഹത്യ. അപ്പൊ ആദ്യം നമ്മൾ
അതിലേക്ക് നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട പോയിന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഡിപ്രഷൻ സ്റ്റേജിലാണ് നമുക്കൊരു സങ്കടം തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ കൃത്യമായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ കൂടുതലായിട്ട് മദ്യം ഉപയോഗിക്കുന്നു, മദ്യത്തിലെ ഒരു ആസക്തിയിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു മെഡിക്കൽ അറ്റൻഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത് ചെയ്യുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ വാർണിംഗ് സൈൻസ് വരുന്നിടം വരെ നമ്മൾ കാത്തിരിക്കുകയല്ല വേണ്ടത്. അപ്പൊ അതിന് മുമ്പ് തന്നെ അയാളുടെ മാനസിക പ്രശ്നങ്ങളിലേക്ക് തന്നെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മുമ്പ് സൂയിസൈഡ് അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരാളെക്കാളും പിന്നെയും സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്താനും അത് വിജയിക്കാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മുമ്പ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ എപ്പോഴും കുറച്ച് വിജിലന്റ് ആയി വാച്ച് ചെയ്യുകയും അവരോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. സാറേ, കൽത്തൊട്ടി ഇബ്രാഹിമാണ്. കേക്കാവോ സാറേ? കേൾക്കാം, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഈ ആത്മഹത്യ ഇല്ലാത്തവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഭീകരമായ രീതി തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന് ഈ സ്ഫോടക വസ്തുക്കളുടെ ശരീരത്തിൽ കെട്ടിവെച്ച് സ്ഫോടക വസ്തുക്കളൊക്കെ ശരീരത്തിൽ കെട്ടിവെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന ഭീകരമായ ഒരു രീതി തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മഹത്യക്ക് ഓരോരുത്തരും ശ്രമിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോ ഈ ഒരു സ്ഫോടനം നടത്തി ഒരാൾ ബാക്കിയുള്ളവരെ കൂടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതൊരു ആത്മഹത്യ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. അത് മറ്റൊരു വിഷയത്തിൽ സംസാരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് ആരോടെങ്കിലും ഒരു ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അയാളെ കൂടി ഇല്ലാതാക്കിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം. അതർവൈസ് നമ്മൾ ഈ സാധാരണ ന്യൂസുകളിൽ കേൾക്കാറുള്ള അല്ലെങ്കിൽ മനുഷ്യ ബോംബ് അതിനൊന്നും അതിനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന രീതിയിലല്ല നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻ ആയിട്ടും ആളുകൾ ആത്മഹത്യക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ള വഴി എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയല്ല. പ്രധാനമായിട്ടും നമ്മൾ കൂടുതലായി കേട്ടിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഹാങ്ങിങ് ആണ്. അതായത് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കുന്ന രീതിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഹാങ്ങിങ് ആണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രഗ് ഓവർ ഡോസേജ്, പലതരത്തിലുള്ള മരുന്നുകളും കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ അനുസരിച്ച് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇപ്പോ നിങ്ങൾ ചോദിച്ച പോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു സൂയിസൈഡിന്റെ മോഡ്സിനകത്ത് നമ്മൾ ഡിസ്കസ് അത്രമാത്രം ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്റർ അല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കോളിന് മുന്നേ ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു, അതായത് ആത്മഹത്യാ പ്രവണതകൾ കാണിച്ചു തുടങ്ങുന്നത് വരെ ഒരു മെഡിക്കൽ സപ്പോർട്ടിനായി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്ന്. ഏതൊരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മഹത്യാ പ്രവണതയെ തടയാൻ ഒരു മെഡിക്കൽ സപ്പോർട്ട് തേടേണ്ടി വരിക? നമുക്ക് ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ ഒരു പ്രശ്നത്തെ എടുക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ജനറലൈസ്ഡ് റൂൾ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു നിയമം വെച്ച് നമുക്കിത് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഏകദേശം ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരാള് വല്ലാതെ ജീവിതത്തിന്റെ അയാളുടെ ഒരു പോയിന്റിൽ വല്ലാതെ അയാൾ ഡൗൺ ആയി പോകും. നമ്മുടെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാതെ ഡിപ്രസ്ഡ് ആവുന്ന ഒരു പോയിന്റിൽ അയാൾ ആദ്യം തന്നെ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ഐഡിയാസ് ആവില്ല അയാൾക്ക് ആദ്യം ഉണ്ടാവും. ആദ്യം അയാൾക്ക് പതുക്കെ ഉറക്കമില്ലാതാവും. അയാൾ ഭയങ്കരമായിട്ട് കൂടുതൽ നമ്മൾ പറയാറുള്ളത് പോലെ ഒരു എക്സസീവ് തോട്ട്സ് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങും. ആളുകളിൽ നിന്ന്, അതായത് കൂട്ടുകാരിൽ നിന്ന് അയാൾക്ക് സന്തോഷം നൽകിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും അയാൾ പതുക്കെ വിട്ടു നിൽക്കാൻ തുടങ്ങും. അതിനുശേഷം ആയിരിക്കാം ഒരുപക്ഷെ ഐഡിയാസ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് അയാൾക്ക് തനിക്ക് മൂല്യമില്ല, താൻ ഒരു ഭാരമാണ് മറ്റുള്ളവർക്ക് എന്നൊക്കെ തോന്നി ഇതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ സൂയിസൈഡൽ ഐഡിയാസിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഇതിനൊരു ജനറലൈസ്ഡ് റൂൾ ഇല്ല. ഓരോരുത്തരും പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതും പ്രശ്നത്തെ മനസ്സിലേക്ക് എടുക്കുന്നതും വിവിധ തരത്തിലാണ്. അപ്പോൾ ചിലർക്ക് ആദ്യം തന്നെ, അതായത് ഒരു ഡിപ്രഷൻ ഫേസിന്റെ ആദ്യം തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് സൂയിസൈഡ് ഐഡിയാസ് ഉണ്ടാവാം. അപ്പൊ അതിന്റെ രീതിക്കനുസരിച്ച് തന്നെ നമ്മൾ ഡിപ്രഷനെ തന്നെ, ഇപ്പൊ ഞാൻ ഡിപ്രഷൻ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഡിപ്രഷൻ എന്ന എക്സാമ്പിൾ എടുത്തത്. ഇപ്പൊ ഡിപ്രഷൻ എന്ന രോഗാവസ്ഥയിൽ തന്നെ നമ്മൾ മൈൽഡ് ഡിപ്രഷൻ, മോഡറേറ്റ് ആൻഡ് സിവിയർ ഡിപ്രഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പം നമുക്ക്
നമുക്കൊരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെഡിക്കൽ ഒരു ടീമിനടുത്തേക്ക് ചെന്ന് ഒരു 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 ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റൂ. ഡോക്ടർ ഇപ്പോൾ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് കൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ചികിത്സയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളത് കൗൺസിലിംഗ് ആയിരിക്കും. ഈ കൗൺസിലിംഗ് കഴിഞ്ഞ് അതൊരു മരുന്നിലേക്ക് എത്തുന്നത് എപ്പോഴായിരിക്കും? ഇത്തരം ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ മെയിനായിട്ടും ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മഹത്യ അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ലക്ഷണമായിട്ട്, ഒരു സിംറ്റമായിട്ട് കൂടിയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ അണ്ടർലൈൻ ഡിസീസ് എന്താണെന്നാണ് നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അപ്പോൾ ചിലപ്പം ഡിപ്രഷൻ ആയിരിക്കാം, ചിലപ്പോൾ ആൻസൈറ്റി ആയിരിക്കാം, ചിലപ്പം സബ്സ്റ്റൻസ് അബ്യൂസ് ആയിരിക്കാം. ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് എന്താണ് അണ്ടർലൈൻ കോസ് എന്നതിനെ ആശ്രയിച്ചാണ്. ഇപ്പൊ ഡിപ്രഷന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവില്ല നമ്മൾ ആൻസൈറ്റിക്കോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിനോ നൽകുന്നത്. അപ്പോ ഭയങ്കരമായ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ്, ഒരു ആൽക്കഹോൾ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളിലാണ് ഈ സൂയിസൈഡ് സംബന്ധമായ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് അയാളിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ചിലപ്പോൾ സൃഷ്ടിക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പൊ നമ്മൾ അതായത് അയാളുടെ ഒരു മോട്ടിവേഷൻ സ്റ്റേജ് ഉണ്ട്, അയാൾ ഏത് ഇതിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായ ഒരു സൂയിസൈഡൽ ഐഡിയ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ നേരെ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് അയാളെ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ നമ്മൾ മെഡിസിനും അതുപോലെ തന്നെ ഫാർമക്കോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്നാണ്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് പല കേസിലും ഒരുമിച്ച് ആവശ്യം വരും. കൗൺസിലിംഗും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോതെറാപ്പി സെഷൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ മെഡിക്കേഷനും ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രേഡ് ഉണ്ട്, നമ്മൾ ഏത് ഗ്രേഡിലാണ് പേഷ്യന്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് പേഷ്യന്റ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ട്രീറ്റ്മെന്റ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് ചികിത്സ തേടിയ ഒരു വ്യക്തിയിൽ വീണ്ടും ആത്മഹത്യാ പ്രവണത വന്നേക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. അങ്ങനെ വീണ്ടും ആത്മഹത്യാ പ്രവണത കാണിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ കഴിയും? ആത്മഹത്യാ പ്രവണത ഉള്ള ഒരാളെ നമ്മൾ കൃത്യമായി ചികിത്സിക്കുകയും അയാളുടെ രോഗം കണ്ടെത്തുകയും നമ്മൾ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് വീണ്ടും ചെയ്തേക്കാം, എപ്പോൾ വേണമെങ്കിലും തോന്നാം. കാരണം മനുഷ്യന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്ട്രെസ്സുകളിലൂടെ കടന്നു പോകുന്നതാണ്. സ്ട്രെസ് ഇൻബിൽറ്റ് ആണ്. അപ്പൊ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം വീണ്ടും നമ്മൾ ഡൗൺ ആയി പോകാം. അപ്പൊ വീണ്ടും ആത്മഹത്യാ പ്രേരണയും ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകളും ചിലപ്പോൾ ഒരു അറ്റംപ്റ്റും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തതുപോലെ വീണ്ടും നമ്മളൊരു മെഡിക്കൽ അറ്റൻഷൻ വീണ്ടും എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു പോംവഴി. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരാളും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സും മനസ്സിലാക്കുക, ഇനിയും ചെറിയ ചെറിയ വിഷമങ്ങൾ വരുന്ന പോലും ഒരുപക്ഷെ ഇയാൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്ത ഒരാള് വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതെ വളരെ നേരത്തെ തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുക. അത് തന്നെയാണ്. അപ്പൊ വീണ്ടും നമ്മൾ കൃത്യമായ കാരണം എന്താണെന്ന് മനസ്സിലാക്കി, അയാളുടെ സ്ട്രെസർ എന്താണ്, അയാളുടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കി വീണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് ബാക്കി കണ്ടിന്യൂ ചെയ്യാറ്. ഡോക്ടർ, ചോദ്യമല്ല സംശയമാണ്. പലപ്പോഴും ഈ ഡിപ്രഷൻ, സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്കുകളെല്ലാം വരുന്ന വ്യക്തികളിൽ എല്ലാവർക്കും ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രവണത വരുമോ? എല്ലാവർക്കും വരണമെന്ന് ചോദ്യം നല്ലതാണ്. എല്ലാവർക്കും വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഒരു മൈൽഡ് ഡിപ്രഷൻ സ്റ്റേജിലാണ് എങ്കിൽ പലപ്പോഴും നമുക്ക് സൂയിസൈഡ് ഐഡിയാസോ അല്ലെങ്കിൽ അറ്റംപ്റ്റ്സോ ഉണ്ടായി എന്ന് വരില്ല. ചിലപ്പോൾ മോഡറേറ്റിലോ സിവിയറിലോ ആവുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം രോഗത്തിന്റെ കാഠിന്യം എത്ര കൂടുതലാണ് എന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും കൂടുതലായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സൂയിസൈഡൽ ഐഡിയാസ്, അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പോലും മുമ്പ് നമുക്ക് പോലും ഒരു പീരീഡ് ഓഫ് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭയങ്കരമായ വിഷാദം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യാതെ പോയതാണ്. അപ്പോൾ മൈൽഡ് ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സൂയിസൈഡ് ഐഡിയാസ് ഒന്നും തന്നെ വരണമെന്നില്ല, നമ്മൾ തന്നെ ഓവർകം ചെയ്ത് ചിലപ്പോൾ പോയേക്കാം. അതുപോലെ തന്നെ ആൻസൈറ്റിയുടെ കേസിലായാലും ചെറിയ ആൻസൈറ്റി ഇഷ്യൂസിനകത്തൊന്നും ചിലപ്പോൾ നമുക്ക് ഈ സൂയിസൈഡ് ഐഡിയാസ് കണ്ടുവന്ന് വരില്ല. അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഈ മൈനർ കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇത് കണ്ടുവന്ന് വരില്ല.
അപ്പൊ ഒരു സൂയിസൈഡ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ കുറെ കൂടി ഒരാളുടെ ഒരു പ്രിവെന്റബിൾ ഡെത്ത് എന്നാണ് നമ്മൾ സൂയിസൈഡിനെ പറ്റി പറയുക. അപ്പൊ ഒരു പ്രിവെന്റബിൾ ആണ്, നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ള ചർച്ച വളരെ ഇമ്പോർട്ടന്റ്. വ്യക്തമാണ് ഡോക്ടർ. കുന്നംകുളത്ത് നിന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഡോക്ടർ, കോൾ കട്ടായെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴും മറ്റു വ്യക്തികൾക്ക് വളരെ ലാഘവത്തോടെ കാണുന്ന പല വിഷയങ്ങളിലും ആത്മഹത്യകൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പാരൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ചെറിയ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുമ്പോൾ ഒക്കെ ആത്മഹത്യാ പ്രവണത വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ തടയാൻ സാധിക്കും? മുമ്പ് ഞാൻ പറഞ്ഞ കുറേയേറെ വിഷയങ്ങളും സൂയിസൈഡ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് കുറേയേറെ നേരവും ഞാൻ സംസാരിച്ചത്. അപ്പോൾ ചില സൂയിസൈഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പൾസീവ് ആണ്. അതായത് വളരെ വലിയ ചിന്തയോ അല്ലെ വലിയ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് വളരെ ഇമ്പൾസീവ് ആയിട്ട് ചെയ്യുന്നതാണ് ചില സൂയിസൈഡ്സ്. അത് നമുക്ക് പലപ്പോഴും പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു എക്സാമിന് മാർക്ക് കുറയുക എന്ന് പറയുന്ന പ്രശ്നം, അപ്പോൾ നമ്മൾ അവിടെ അസസ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എല്ലാ പേഴ്സണാലിറ്റിയിലും ഉള്ള ആളുകൾ അങ്ങനെ സൂയിസൈഡ് എന്ന് പറയുന്ന അവരുടെ ഓപ്ഷനായി തിരഞ്ഞെടുക്കില്ല. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ കുറേയേറെ കാരണങ്ങളുണ്ട് ഒരാളുടെ സൂയിസൈഡിന്. നമ്മൾ ബയോളജിക്കലി പറയുകയാണെങ്കിൽ ബയോളജിക്കൽ കാരണങ്ങളുണ്ട്, സൈക്കോ സോഷ്യൽ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇമ്പൾസീവ് അവരുടെ പേഴ്സണാലിറ്റിയിലെ ചില സംഗതികൾ, അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സിന്റെ ഭാഗമായിട്ടൊക്കെ അവർ ഇമ്പൾസിവിറ്റി കാണിക്കും. ചില ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇമ്പൾസിവിറ്റി കാണുകയും അവര് ആത്മഹത്യയെ ചൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് പ്രിവെന്റബിൾ അല്ല, പലപ്പോഴും നമുക്ക് പ്രിവെന്റബിൾ അല്ല. കാരണം അവർ ഒരു തരത്തിലുള്ള വാർണിംഗ് സൈൻസും സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടപെടുകയാണ്. വളരെ പ്രാധാന്യം നിറഞ്ഞ യുവജനങ്ങളിലെ ആത്മഹത്യാ പ്രവണതയും അതിനോടുള്ള എങ്ങനെ തടയാമെന്ന വിഷയത്തെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സാജൻ ടി അലക്സ് ആണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.